ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററിൻ്റെ 6ാം ഭാഗമാണിത്. ഈ വീഡിയോയിൽ നമ്മൾ പേജ് 40 പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ടൈംസ് ഇൻ പാർട്ട്, ഭാഗത്തിലെ മടങ്ങ്. നമുക്കൊരു ചോദ്യം നോക്കാം. 2 liters of milk is used to fill 3 bottles of the same size. A quarter of one such bottle is poured into a glass. How much milk is in the glass? 2 ലിറ്റർ പാൽ ഒരേ വലുപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു. ഗ്ലാസ്സിൽ എത്ര ലിറ്റർ പാലുണ്ട്? അപ്പോൾ നമുക്ക് 2 ലിറ്റർ പാല് ഉള്ള ഒരു കുപ്പിയാണ്. അതിനെ നമ്മൾ 2 ലിറ്റർ പാല് നമ്മൾ 3 കുപ്പികളിലായിട്ട് നിറച്ചു. ആ 3 കുപ്പികളിൽ ഒരു കുപ്പിയുടെ 1/4 ഭാഗം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ്സിൽ എത്ര പാലുണ്ടെന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. നമുക്ക് 2 ലിറ്റർ പാലായിരുന്നു, അതിനെ നമ്മൾ 3 കുപ്പികളിലായിട്ട് ഒഴിച്ചു. അപ്പോൾ നമുക്കറിയാം 3 കുപ്പികളിലായിട്ട് ഒഴിക്കുമ്പം ഒരു കുപ്പിയിൽ 1/3 ഭാഗമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2 ലിറ്റർ പാല് 3 കുപ്പികളിൽ ഒഴിച്ചു. അപ്പം ഒരു കുപ്പിയിൽ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കുപ്പി എന്ന് പറയുന്നത് 1/3 ഭാഗമായിരിക്കും. അപ്പോൾ 2 ലിറ്ററിൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പം ആ കുപ്പിയിൽ വരുന്നത് 2 ഗുണം 3/1 അതായത് ആ കുപ്പിയിലുള്ളത്, ഒരു കുപ്പിയിലുള്ളത് 2/3 ഭാഗമായിരിക്കും. ഇനി ഈ 2/3 ഭാഗത്തിലുള്ള ഈ കുപ്പിയുടെ 1/4 ഭാഗമാണ് നമ്മൾ ഒരു കപ്പിലോട്ട് ഒഴിക്കുന്നത്. അപ്പം ശരിക്കും ഈ കുപ്പിയെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ ഒരു കുപ്പിയാണ് നമ്മൾ ഈ കപ്പിലോട്ട് ഒഴിക്കുന്നത്. അതായത് 2/3 1/4 ഭാഗം. അപ്പോൾ നമുക്കതിനെ എഴുതാം 2 ഗുണം 4/1. നമുക്കതിൻ്റെ ഉത്തരം എഴുതാം. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിലെ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ഗുണം 3/1, അതായത് 3/2, 2/3 എന്ന് കിട്ടും. ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 ഗ്ലാസ്, ഗ്ലാസ്സിലെ പാലിൻ്റെ അളവ്. അപ്പം നമുക്ക് എഴുതാം. നമുക്കറിയാം കുപ്പിയിൽ 2/3 1/4 ഭാഗമാണ്. 2/3 1/4 ഭാഗം, അതായത് 1/4 ഓഫ് 2/3 ഈക്വൽ ടു 1/4 ഇൻറ്റു 2/3. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 2ഉം 4ഉം നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ 2 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2ഉം വരും. അതാണ് ഇവിടെ 1/2 ഇൻറ്റു 1/3 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ 1/2 ഇൻറ്റു 1/3 ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. 1 ഇൻറ്റു 1 1, അതായത് ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 2 ഇൻറ്റു 3 6, അപ്പോൾ 1/6 ലിറ്ററിന് കിട്ടും. അപ്പോൾ ഒരു ഗ്ലാസ്സിലെ പാലിൻ്റെ അളവ്, നമുക്ക് ഗ്ലാസ്സിലെ പാലിൻ്റെ അളവെന്ന് പറയുന്നത് 1/6 ലിറ്റർ ആണെന്ന് കിട്ടും. ഇനി നമുക്ക് പേജ് 40 പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ ദ ലൈൻ എ ബി 12 cm ലോങ്. മാർക്ക് C on it such that AC is 2/3 of AB. Mark D such that AD is 1/4 of AC. What fraction of AB is AD? 12 cm നീളത്തിൽ AB എന്ന വര വരയ്ക്കുക. ABയുടെ 3/2 ഭാഗം AC ആകുന്ന വിധം C അടയാളപ്പെടുത്തുക. ACയുടെ 4/1 ഭാഗം AD ആകുന്ന വിധം D അടയാളപ്പെടുത്തുക. ABയുടെ എത്ര ഭാഗമാണ് AD? അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്. നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, 12 cm നീളമുള്ള ഒരു വര തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ AB എന്നാണ് പേര് കൊടുക്കുന്നത്. അതിൽ 3/2 ഭാഗം എന്ന് പറയുന്നത് 3/2 ഭാഗം നമ്മൾ AC ആയിട്ട് അടയാളപ്പെടുത്തുക. C അടയാളപ്പെടുത്തുന്നത് 3/2 ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ, ABയുടെ 3/2 ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ C അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ACയുടെ 4/1 ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ DU അടയാളപ്പെടുത്തുക. ഇനി ചോദ്യം ഇതാണ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB ഈസ് AD? ABയുടെ എത്ര ഭാഗമാണ് AD? അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഓർക്കുക, AC എന്ന് പറയുന്നത് 2/3 ഓഫ് AB ആണ്, അതായത് 2/3 ഓഫ് 12. AB എന്നുള്ളത് 12 ആണ്. ഇനി AD എന്ന് പറയുന്നത് 1/4 ഓഫ് AC ആണ്, അതായത് 1/4 ഓഫ് നമ്മൾ ഈ AC കണ്ടുപിടിക്കുന്ന എന്താണോ അത് ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒരു AB തന്നിട്ടുണ്ടായിരുന്നു 12 cm. നമ്മൾ AC അടയാളപ്പെടുത്തിയേക്കുന്നത്, നമ്മൾ പറഞ്ഞേക്കുന്ന അതിൻ്റെ 3/2 ഭാഗം, അതിൻ്റെ 3/2 ഭാഗമാണ് നമ്മുടെ AC. ഈ 12 cm-ൻ്റെ 3/2 ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ AD എന്ന് പറയുന്നത് AC എത്രയാണോ അതിൻ്റെ 4/1 ഭാഗമാണ്. ഇപ്പോൾ നോക്കാം, AC ഈക്വൽ ടു 2/3 ഓഫ് 12.
12ൻ്റെ 3/2 ഭാഗം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാം 2/3 × 12. ഇപ്പോൾ 2/3 × 12 ചെയ്യുമ്പോൾ നമുക്കിവിടെ 3യും 12ഉം 12/3 എന്നുള്ളത് നമുക്ക് 4 കിട്ടും. അല്ലാതെ 2 × 12/3 ചെയ്താലും മതി. അപ്പോൾ ഇവിടെ നമുക്ക് 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം എ സിയുടെ നീളം 8 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ എ ഡി എന്ന് പറയുന്നത് എ സിയുടെ കാൽഭാഗമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 1/4 ഓഫ് എ സി ആണ്. അപ്പോൾ എ സി 8 ആണെങ്കിൽ നമുക്കറിയാം 1/4 ഓഫ് 8 എന്ന് എഴുതിയാൽ മതി. അതായത് 8ൻ്റെ കാൽഭാഗം. അപ്പോൾ 8ൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 1/4 × 8 = 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എ ഡി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ്. ഇപ്പോൾ എ ബി നമുക്കറിയാം 12 ആണ്. ഇപ്പോൾ എ ഡി എത്രയാണ് കിട്ടിയേക്കുന്നത്? 2. അപ്പം എ ഡി നമ്മൾ നോക്കിയാൽ മതി. 12ൽ 2 എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ എ ഡി = നമുക്ക് എഴുതാം 2/12. 12ൽ 2 ആണ് നമ്മുടെ എ ഡി. ഇപ്പോൾ 2/12 എന്നുള്ളത് നമ്മൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1/6. അപ്പോൾ നമുക്ക് പറയാം എ ഡി ഈസ് 1/6 ഫ്രാക്ഷൻ ഓഫ് എ ബി. എ ബിയുടെ 6ൽ ഒരു ഭാഗമാണ് എ ഡി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. രണ്ടാമത്തെ ചോദ്യം. എ 2 meter long rope is cut into 5 equal pieces. What is the length of 3/4 of one piece? How many centimeters is this? 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ഇത് എത്ര സെൻറ്റിമീറ്ററാണ്? ഇപ്പോൾ ചോദ്യം ഇതാണ്. നമുക്ക് 2 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ട്. അതിനെ നമ്മൾ 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അതായത് 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഭാഗം എന്ന് പറയുന്നത് 5ൽ 1 ആയിരിക്കും. 1/5 ആയിരിക്കും ഒരു ഭാഗം. അപ്പോൾ 2 മീറ്റർ ആയിരുന്നു. അപ്പം നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ 1/5 വന്നു. അപ്പോൾ 2 മീറ്ററിനെ 1/5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൊരു പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 1/5. ഓക്കെ, ആ ഒരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ 1/4 ഭാഗം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെങ്ത് ഓഫ് 1 പീസ്, ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 5ൽ 1, 2 × 1/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം 2/5 ആണ്. ഈ 2/5ൻ്റെ 1/4 ഭാഗമാണ് ചോദിച്ചേക്കുന്നത്. ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 പീസ്, 1/4 ഭാഗത്തിൻ്റെ നീളം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1/4 ഗുണം നമ്മൾ ഈ 2/5 ചെയ്താൽ മതി. അപ്പോൾ 3/4 × 2/5 എന്ന് കിട്ടും. ഇവിടെയും ഈ 3/2 × 1/5 ചെയ്തേക്കുന്നത് നമ്മളിവിടെ വെട്ടിക്കുറച്ചിട്ടാണ്. അങ്ങനെ അല്ലാതെ 3 × 2 6/20 എന്ന് എഴുതിയിട്ട് വെട്ടിക്കുറച്ചാലും മതി. അപ്പോൾ ഇവിടെ 3/2 × 1/5. ഇവിടെ 2 നമ്മൾ വെട്ടും, ഇവിടെ 1 വരും. 4 വെട്ടി നമുക്കിവിടെ 2 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ 3/2 × 1/5 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ 3 × 1 3, 2 × 5 10. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന 3/10 മീറ്റർ. നമുക്ക് 2 മീറ്ററിനെയാണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഉത്തരം കിട്ടിയേക്കുന്നത് മീറ്ററിലാണ്. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് അവിടെ, ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3/10 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3/2 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 3/10നെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് കിട്ടും 30 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 3 liters of water is used to fill 4 identical bottles. 1 bottle is used to fill 5 identical cups. How much water is in 1 cup? How many milliliters is this? 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള 5 കപ്പുകളിൽ നിറച്ചു. ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് എത്ര മില്ലി ലിറ്റർ ആണ്? അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് ചോദ്യം തന്നേക്കുന്ന ഇതാണ്. 3 ലിറ്റർ വെള്ളം, അതിനെ നമ്മൾ 4 കുപ്പികളിലായിട്ട് നിറച്ചു. അപ്പോഴേ ഓർത്തോണം 4 കുപ്പികളിലായിട്ടാണ് നിറച്ചേക്കുന്നത്. ഒരു കുപ്പിയിൽ 4ൽ 1 വരും. ഇനി അതിലൊരു കുപ്പിയിൽ, ഇപ്പോൾ 4ൽ 1 ഒരു കുപ്പി എടുത്തു. ആ ഒരു കുപ്പിയിലുള്ള വെള്ളം നമ്മൾ ഒരേപോലുള്ള 5 കപ്പുകളിൽ നിറച്ചു. ഒരേപോലുള്ള 5 കപ്പ് എന്ന് പറയുമ്പം നമുക്ക് ഒരു കപ്പ് എന്ന് പറയുന്നത് 5ൽ 1 ആയിരിക്കും. അപ്പം ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്? അത് മില്ലി ലിറ്ററിലോട്ടും ആക്കണം. നമുക്ക് നോക്കിയേ, 3 ലിറ്റർ ആയിരുന്നു വെള്ളം. അത് നമ്മൾ 4 ബോട്ടിലിൽ നിറച്ചു ഒരേപോലുള്ള. അപ്പോൾ നമുക്കറിയാം അതിൽ ഓരോന്നിലും എത്ര കൊള്ളും? അപ്പം 4ൽ 1 വീതം കൊള്ളും. നമ്മൾ ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 3 ലിറ്റർ 4ൽ 1 കൊള്ളുമ്പം നമ്മുടെ ഒരു ബോട്ടിൽ എത്ര വരും? 3 × 4ൽ 1, അതായത് 3/4 ലിറ്റർ കൊള്ളും. 3/4. ഇനി ഈ ബോട്ടിലുള്ളത്, അതായത് 3/4 ലിറ്റർ ഉള്ള ഈ ബോട്ടിൽ നമ്മൾ 5 കപ്പുകളിലായിട്ടാണ് ഒഴിച്ചത്. അല്ലെങ്കിൽ 5 കപ്പ് തുല്യമായിട്ടുള്ള ഒരു 5 കപ്പുള്ളിൽ ഒരു കപ്പിലോട്ട് ഒഴിച്ചു.
അപ്പം തുല്യമായിട്ട് 5 കപ്പ് എന്ന് പറയുമ്പം ഈ കപ്പിനെ നമുക്ക് അവിടെ അതിനകത്ത് എത്ര നമുക്ക് കൊള്ളിക്കാൻ പറ്റും വെള്ളം? 1/5 ലിറ്ററോളം വെള്ളം നമുക്ക് അതിനകത്ത് ഒഴിക്കാനായിട്ട് പറ്റും. അതായത് 5 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 5 തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/1, ഒരു കപ്പ് എന്ന് പറയുന്നത് 5/1. അപ്പോൾ നോക്കിയാൽ കുപ്പിയിലുള്ളത് 3/4ഉം ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറയുന്നത് 5/1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കപ്പിൽ എത്ര വരും? 3/4 × 1/5. അപ്പോൾ നോക്കിയേ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ് 3 × 1/4. അപ്പോൾ ഒരു ബോട്ടിൽ വരുന്ന 3 × 1/4 = 3/4. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 കപ്പ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുക, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. അടുത്തതിനെ ഡിവൈഡ് ചെയ്തു, പിന്നെ നമ്മളത് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 1 കപ്പ്, ഒരു കപ്പിലെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3/4 × 1/5 = 3/20 ലിറ്റർ. ഇനി 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ മില്ലി ലിറ്റർ ആക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3/20 × 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് 150 മില്ലി ലിറ്ററിന് കിട്ടും. 4ാമത്തെ ചോദ്യം, എ 4 kilogram pumpkin is cut into 5 equal pieces. Each piece is further cut into 2. What is the weight of each such piece? How many grams is this? 4 കിലോഗ്രാം ഭാരമുള്ള മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. അതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി. ഇവയിൽ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്? അത് എത്ര ഗ്രാമാണ്? അപ്പോൾ നമുക്ക് 4 കിലോഗ്രാം ഭാരമുള്ള മത്തങ്ങയാണ്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 5 തുല്യമാക്കി. അപ്പോൾ 5 തുല്യമാക്കുമ്പം ഒരു കഷ്ണം എന്ന് പറയുന്നത് 5/1 വരും. അപ്പോൾ 4 കിലോഗ്രാം ആയതുകൊണ്ട് 4 × 5/1. ഇനി അതിൽ അപ്പം ഒരു കഷ്ണം എന്ന് പറയുന്നത് 5/4 വരും. ഇനി അതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി, അതായത് അതിൻ്റെ പകുതി എടുത്തു, ഹാഫ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഭാരമാണ് ചോദിച്ചേക്കുന്നത്. അത് ഗ്രാമിലും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് 4 കിലോഗ്രാമുള്ള ഒരു മത്തങ്ങയായിരുന്നു. അതിനെ നമ്മൾ 5 തുല്യ ഭാഗമാക്കി വീതിച്ചു. അപ്പോൾ നമുക്കറിയാം ഓരോ ഭാഗം എന്ന് പറയുന്നത് 5/1 ആയിരിക്കും. അപ്പോൾ 4 കിലോഗ്രാം ആയതുകൊണ്ട് ഇതിലൊരെണ്ണം എന്ന് പറയുന്നത് എന്ത് വരും? 4 × 5/1. അപ്പം 5/4 ആയിരിക്കും ഒരെണ്ണത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്, വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ 2 തുല്യ ഭാഗമാക്കി എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാഫ് വരും, 1/2 വരും. ഇതിനെ പകുതിയാക്കിയപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5/4 2/1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും ഭാരം എന്ന് പറയുന്നത് 5/4 × 2/1, 4/5 × 1/2. അപ്പോൾ എത്ര വരും ഇവിടെ? 2/5. അതായത് ഇവിടെ 2ഉം ഈ 4ഉം കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ 2/5 എന്ന് എഴുതിയേക്കുന്നത്. 4/2 എന്നുള്ളത് 2 ആണ്. അപ്പോൾ 2/5 കിലോഗ്രാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഗ്രാമിൽ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ 1 കിലോഗ്രാം എന്നുള്ളത് 1000 ഗ്രാം ആയതുകൊണ്ട് ഈ 2/5 × 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 400 ഗ്രാം. ഇനി 5ാമത്തെ ചോദ്യം. 5ൻ്റെ നിങ്ങൾക്ക് 4 ചോദ്യങ്ങളുണ്ട്. ഇവിടെ 2 എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കിയ ചോദ്യം ഇതാണ്. 3/7 of 2/5. 5/2 7/3 ഭാഗം എത്രയാണെന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ഗുണിക്കുക. 3/7 × 2/5. അപ്പോൾ 3/7 × 2/5 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. അംശങ്ങൾ തമ്മിൽ ഗുണിക്കണം, ഛേദങ്ങളും തമ്മിലും ഗുണിച്ചെഴുതിയാൽ മതി. അപ്പോൾ 2 × 3 നമുക്ക് 6 കിട്ടും. 7 × 5 35. അപ്പോൾ നമുക്ക് കിട്ടും 6/35. ദെൻ 2ാമത്തെ ചോദ്യം. 3/5 of 2/7. 7/2 5/3 ഭാഗം. അതും ഇതുപോലെ തന്നെ 3/5 × 2/7 ചെയ്യുക. നമ്മൾ 3 × 2/5 × 7 = 6/35. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe, like and share my channel JS Max Corner.